ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കടുമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ചട്ടി ചൂടാവുന്നു. ഞാൻ വേഗം ചെയ്യാൻ പോവാണേ. എണ്ണ ഒഴിച്ചു, അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിക്കണം, കടുമാങ്ങയല്ലേ. കാരണം നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇടുന്നില്ല, തിരിച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണല്ല. അപ്പം മാങ്ങ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ നന്നായിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. മാങ്ങ കുനുകുനാന്ന് അരിഞ്ഞതേ കണ്ടോ, മാങ്ങയുടെ ഒരു സൈസൊക്കെ കുനുകുനാന്ന് അരിഞ്ഞ് നമ്മൾ ആപ്പിൾ അച്ചാറിന് അരിഞ്ഞ അതേ ടൈപ്പ്. പിന്നെ കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് ഉപ്പിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണ്ട എണ്ണ ചൂടാകുന്ന പാടെ തന്നെ നമുക്ക് ഒരു അര സ്പൂണോളം കടുക് ഇടണം. ഒരു അര സ്പൂണോളം ഉലുവ ഇട്ടു. ഒരു അര സ്പൂണോളം കടുകും ഒരു അര സ്പൂണോളം ഉലുവയും. ഇനി ഇത് നന്നായിട്ട് പൊട്ടുന്ന വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഇടുകയാണേ. വെളുത്തുള്ളി ഇങ്ങനെ ഇതുണക്ക് തന്നെ മാങ്ങ എരിയുന്ന അതേ ടൈപ്പിൽ തന്നെ അരിഞ്ഞിട്ടുമാണ്. വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില ഇടുന്നു. നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇടാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങയിൽ ചെയ്യേണ്ടത്, മാങ്ങയിൽ ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടി ഒരല്പം മതി. പിന്നെ മുളക് പൊടി നന്നായിട്ട് ഇടുക. മുളക് പൊടി നല്ല രീതിയിലിടുന്നു. ഒരു 1.5 സ്പൂണോളം ഞാനിട്ടു മുളക് പൊടി. പിന്നെ മെയിനായിട്ട് കായപ്പൊടി റൈറ്റ്. കാരണം നമ്മളിതൊക്കെ ഇങ്ങനെ വിതറി ഇടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എണ്ണ എല്ലായിടത്തും എത്തണം. അപ്പോൾ ആ ഒരു എണ്ണയുടെ ചൂടിൽ ഈ പൊടികളൊന്നും ആവണം. അതാണ് നമ്മളെ ഇത്ര ഐറ്റങ്ങൾ മതി. മുളക് പൊടി, കായപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മളിതിൽ. ഇനി നമ്മളതിന് ശേഷം കണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, എളുപ്പമാണ് കടുമാങ്ങ. ആ എണ്ണ ഈ പൊടികളുടെ മേലെ കൂടെ ഒഴിക്കുക. ആ എണ്ണയും ചൂടോടെ നിൽക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് അതിന് മാത്രം വെള്ളം കിട്ടിയിട്ടില്ല. ചില മാങ്ങയിൽ ഇത് അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വരും. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം വരും. ഇപ്പം നമുക്ക് ഈ മാങ്ങയിൽ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ ഇത് ഏതോ രാജ്യത്തു നിന്ന് വരുന്ന മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊന്നും അധികം വെള്ളം വരുന്നില്ല. അതിന് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ശരിക്കും കടുമാങ്ങയുടെ ഒരു ടെക്സ്ചറിൽ ഞാൻ ആക്കിയെടുക്കും. ഓക്കെ, അങ്ങനെ കടുമാങ്ങ റെഡിയാവുന്നു. നമുക്ക് ഉപ്പ് നോക്കാം, പുളി നോക്കാം. നല്ല കളറല്ലേ. അല്പം കൂടി ഉപ്പ് വേണം. ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു ലേശം പഞ്ചസാര. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം പുളിയില്ല ഈ മാങ്ങയ്ക്ക്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ലേശം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഒരു വിനാഗിരിയൊക്കെ ചേർത്ത ഒരു രുചിയും വരും, ഒരു വ്യത്യാസം വരും, ഒരു അച്ചാറിനൊരു സുഖം വരും. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്, നല്ലതാണ്. അങ്ങനെ കടുമാങ്ങ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 വിഭവം റെഡിയായി. സദ്യയുടെ ഇഞ്ചിക്കറിയും കടുമാങ്ങയും നാരങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. നാരങ്ങ അച്ചാറല്ല, നാരങ്ങ കറി. അപ്പോൾ ഉറപ്പായിട്ടും കാണുക. നിങ്ങൾ നല്ലൊരു സദ്യ ഉണ്ണുക ഞങ്ങളൊപ്പം.